കഴിഞ്ഞ ദിവസം നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ്റെ കുറച്ച് പാർട്സൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിനെ നമ്മൾ കണക്ട് ചെയ്ത് ഈ രൂപത്തിലേക്ക് ആക്കി എടുത്തിട്ടുണ്ടേ. നമ്മൾ ടാങ്ക് ഇരിക്കുന്നത് ബാക്ക് സൈഡിലാണ്. അപ്പോൾ അവിടെ നമുക്ക് ഇതുപോലെ ഓസ് കണക്ട് ചെയ്ത് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരണം. നമുക്ക് വേറൊരു എക്സ്ട്രാ ടാങ്ക് വെച്ചിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ വീട്ടിൽ പഴയ ഉണ്ടായിരുന്നൊരു ടാങ്ക് ഞാൻ വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ടേ. അതിൻ്റെ മുകൾ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഓപ്പൺ ചെയ്യത്തക്ക രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. എങ്കിലേ നമുക്ക് അതിനകത്തോട്ട് ടാപ്പ് കൊടുക്കാൻ പറ്റത്തുള്ളേ. 2 ഹോൾസ് ഇടണം. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വരുന്ന വെള്ളം അതിലേക്ക് വരുന്ന ടാപ്പ് കണക്ട് ചെയ്യാനും അതിൽ നിന്ന് വെള്ളം എടുക്കാനായിട്ടുള്ള ടാപ്പ് കണക്ട് ചെയ്യാനായിട്ട് 2 ഹോൾസ് ഇടുന്നുണ്ട്, മുകളിലും താഴെയായിട്ട്. ടാങ്കിൻ്റെ അടുത്ത് നിന്ന് ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് വരാനായിട്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണേ. എങ്കിലേ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലായ കാര്യങ്ങളെന്നൊക്കെ ഫൈനലി പറയുന്നുണ്ട്. ആദ്യമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം അല്ലേ. അത് പിന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. അത് എന്തുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുക അല്ലേ. അങ്ങനെ ഇതിനകത്ത് ചെറിയ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നേ. മോൻ പള്ളിയിൽ പോയിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ ഓണായിരിക്കുന്ന കണ്ടിട്ട് എന്തൊക്കെയോ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അതിവിടെ കിടന്നോട്ടെ അല്ലേ. എന്തായാലും ആ ടാങ്കിലേക്ക് വെള്ളം കൊടുക്കാനും അതിൽ നിന്ന് വെള്ളം എടുക്കാനായിട്ട് 2 ടാപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ താഴെ വെച്ചേക്കുന്ന പൈപ്പിൽ ഓസ് കണക്ട് ചെയ്തിട്ട് അതിന് നമുക്ക് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകണം. കുറച്ച് ദൂരമുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ബാക്കിൽ നിന്ന് ഇതുപോലെ ഗ്രില്ലിലേക്കൊന്ന് ടൈ ചെയ്ത് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകണം. മോനും ഒക്കെ കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. ഷെയ്ഡിന് മുകളിൽ നമ്മൾ ഇതുവരെയും പ്ലാന്റ്സ് ഒന്നും വെച്ചിട്ടില്ല. കാരണം ഈ വെള്ളം ഒഴിക്കുന്ന ബുദ്ധിമുട്ട് കാരണമൊക്കെയാണ്. ഇനി എന്തായാലും കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെച്ച് സെറ്റ് ആക്കണമെന്ന് വിചാരിക്കുന്നുണ്ടേ. എവിടേക്കുള്ള പ്ലാന്റ്സിനാണോ നമ്മൾ വാട്ടർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടേക്കെല്ലാം ഈ മെയിൻ ഓസിൻ്റെ കണക്ഷൻ എടുക്കുക. അപ്പോൾ നമ്മൾ എല്ലായിടത്തേക്കും ആവശ്യമുള്ളിടത്തേക്കൊക്കെ കണക്ഷൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എങ്ങനെയാണ് ആ ചെറിയ ഓസ് കണക്ട് ചെയ്യുന്നതെന്ന് നോക്കാവേ. ഇത് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ കണക്ടർ അതിലേക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ അത് തെറിച്ച് പോയിട്ടുണ്ടായിരുന്നു. വീഡിയോയ്ക്ക് ഓണാക്കി വലിയ ഷോയിലൊക്കെ ചെയ്തതാണ്, പക്ഷേ അത് തെറിച്ച് പോയി. പിന്നെ രണ്ടാമത് നമ്മൾ ഒരെണ്ണം എടുത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അടുത്ത എൻഡിൽ നമ്മൾ കൂടെ കിട്ടിയിട്ടുള്ള ആ ലെഗ് ഉണ്ടായിരുന്നല്ലോ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് അതിനകത്തേക്ക് കയറ്റിയിട്ടിട്ട് ഇതാണ് നമ്മുടെ ഡ്രോപ്പറും കൂടി അതിനകത്തേക്ക് ഇടുക. അതിനുശേഷം നമുക്ക് ആ കണക്ടർ വലിയ ഓസിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം. ഹോൾ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് അക്കൂട്ടത്തിലൊരു സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നേ. അത് മോൻ എടുത്തുകൊണ്ട് തന്നതാണേ. നമ്മുടെ കയ്യിൽ എടുത്തുകൊണ്ട് വരാൻ പറ്റില്ല. അതങ്ങനെയാണല്ലോ അല്ലേ. എന്തെങ്കിലുമൊക്കെ നമ്മളെല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമുക്ക് വീണ്ടും എടുക്കേണ്ടി വരുമല്ലേ. അങ്ങനെ നമ്മൾ അതിനകത്ത് ഹോൾ ഇട്ടിട്ടുണ്ട്. ഈ ടാപ്പ് തുറന്നു വെച്ചിട്ടാണ് ഞങ്ങളിത് ചെയ്തത്, ഈ കണക്ഷൻ കൊടുത്തത്. അത് എനിക്കൊരു ഫ്ലോപ്പായിട്ട് തോന്നി. കാരണം അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷം ടാപ്പ് ഓപ്പൺ ചെയ്ത് എല്ലായിടത്തും വെള്ളം വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതിയായിരുന്നു. പക്ഷെ കറക്റ്റായിട്ട് ഫ്ലോ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അങ്ങനെ ആയിക്കഴിയുമ്പോൾ നമുക്ക് ഹോളിട്ടിട്ട് കണക്ടർ അതിലേക്ക് ഇറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നനഞ്ഞും കൂടി കഴിയുമ്പോൾ അത് ചെറിയതാണല്ലോ. അപ്പോൾ നനഞ്ഞും കൂടി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഇറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നി. അപ്പം നമ്മൾ എന്തായാലും കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനൊന്ന് ചെയ്ത് നോക്കട്ടെ. അത് തമ്മിൽ കണക്ട് ചെയ്യുന്നത് വളരെ ചെറുതാണ്. അപ്പോൾ അതിന് 2 എൻഡ് ഉണ്ടെന്നാണ് ഞാൻ കാണിച്ചത്. ആ പോയിന്റ് പോലെ ഇരിക്കുന്ന എൻഡ് നമ്മുടെ വലിയ ഓസിലേക്ക് കണക്ട് ചെയ്യാനുള്ളതാണ്. അതിൻ്റെ മറ്റേ എൻഡ് വേണം ആ ചെറിയ ഓസിലേക്ക് നമ്മൾ കയറ്റിയിടാനായിട്ട്. അത് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിൻ്റെ ലെഗ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അത് വളരെ ഈസിയാണ്. അതിനുശേഷം വേണം നമുക്ക് ഡ്രിപ്പർ കണക്ട് ചെയ്യാൻ. അതും വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നില്ല. നമുക്ക് എല്ലാവർക്കും ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ, ഈസി ആയിട്ട് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ എന്തായാലും ഞാനും ചെയ്ത് സക്സസ് ആക്കിയിട്ടുണ്ടേ. നമ്മുടെ ആ വലിയ ഓസും ചെറിയ ഓസും തമ്മിൽ കണക്ട് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും സാരമില്ല, അവസാനം ഒപ്പിച്ചെടുത്തിട്ടുണ്ടേ. പ്ലെയറൊക്കെ വെച്ചിട്ടാണ് അവസാനം ഇൻസേർട്ട് ചെയ്തത്. വേറൊന്നും കൊണ്ടല്ല, അത് നമ്മൾ ടാപ്പ് തുറന്നേക്കുന്നത് കൊണ്ട് നമ്മൾ ഹോൾ ഇടുമ്പോൾ തന്നെ അതിനകത്തുനിന്ന് വെള്ളം ഇതുപോലെ ചീറ്റി വരുന്നത് കാരണം നമുക്ക് അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അവസാനം എന്തായാലും നമ്മൾ ചെയ്തല്ലേ പറ്റുള്ളൂ. ഞാൻ അന്നേരേ പറഞ്ഞതാണ് നമുക്ക് വേണ്ട, ടാപ്പ് ലാസ്റ്റ് നമുക്ക് ഓണാക്കാം എന്നുള്ളത്. പക്ഷേ വെള്ളത്തിൻ്റെ ഫ്ലോ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഓണാക്കി ഇട്ടതാണ്. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം.
അങ്ങനെ നമ്മൾ ഞാനും എന്തായാലും ഇൻസേർട്ടൊക്കെ ചെയ്ത് ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അവസാനം നമ്മൾ വെള്ളം വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് ഈ ലെഗ് പീസ് പോട്ടിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി എല്ലായിടത്തേക്കും ഒക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫൈനലി നമ്മൾ ആദ്യം വെച്ച ആ ടാങ്ക് ഒന്ന് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. ചെറിയ ടാങ്ക് അവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ വെള്ളത്തിൻ്റെ ഫ്ലോ വളരെ കുറവായിരുന്നു. നമ്മൾ ഹാങ് ചെയ്തിട്ടേക്കുന്ന പ്ലാന്റ്സിനും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഹൈറ്റിലിരിക്കുന്ന പ്ലാന്റ്സിനുമൊക്കെ നിറയെ ടാങ്കിൽ വെള്ളം ഇല്ലാത്തത് കൊണ്ട് വളരെ കുറച്ചേ വരുന്നുണ്ടായിരുന്നുള്ളൂ, വെള്ളം വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കണക്ഷൻ നമ്മൾ ഡയറക്റ്റ്ലി എടുത്ത് നമ്മുടെ മെയിൻ ടാങ്കിലേക്ക് കൊടുത്തപ്പോൾ എല്ലായിടത്തേക്കും നന്നായിട്ട് വെള്ളം വരുന്നുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. നമ്മൾ ഒരു കാര്യം കഷ്ടപ്പെട്ട് ചെയ്ത് അതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണുമ്പോഴാണ് നമ്മൾ ഹാപ്പി ആവുന്നത് അല്ലേ. ഇപ്പം എന്തായാലും എനിക്ക് നനയ്ക്കാൻ ബുദ്ധിമുട്ടില്ല. ഉച്ച സമയമൊക്കെ ആകുമ്പോൾ ഞാൻ ഉപ്പാപ്പായെ വിളിച്ച് പറയും ടാപ്പ് ഒന്ന് ഓണാക്കാൻ. ഉപ്പാപ്പ ടാപ്പ് ഓണാക്കും. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അത് ഓഫാക്കാൻ പറയും. ഉപ്പാപ്പ തന്നെ ഓഫാക്കും. ഇനി ഉപ്പാപ്പായെ ബുദ്ധിമുട്ടിപ്പിക്കാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു ഐഡിയ ഞങ്ങൾ തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വീഡിയോ വഴിയെ കാണിക്കുന്നതായിരിക്കും. അത് സക്സസ് ആകുമ്പോഴത്തേക്കും അതിൻ്റെ വീഡിയോയും നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ വരുമ്പോൾ എൻ്റെ ചൈനീസ് ബോൾസൊക്കെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ അകത്തേക്ക് കയറുന്നത്. അല്ലെങ്കിൽ വാടിക്കിടക്കുന്ന എൻ്റെ ചൈനീസ് ബോൾസൊക്കെ കാണുമ്പോഴേ എനിക്ക് വിഷമമാണേ. ഇതിൽ നമുക്ക് വെള്ളം എത്രത്തോളം വീഴണം എന്നുള്ളതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി വേണമെങ്കിൽ സ്പ്രേ ചെയ്തൊഴിക്കുന്ന രീതിയിൽ ആക്കി വെക്കാം. അതെല്ലാം കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഇതൊന്ന് റെഡി ആയതിനു ശേഷം അതൊക്കെ സെറ്റ് ചെയ്യണം. തൽക്കാലം എന്തായാലും എൻ്റെ ചെടികളെല്ലാം ഇപ്പോൾ ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. നമ്മൾ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന പ്ലാന്റ്സിനും എല്ലാം ഇത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ പെറ്റൂണിയാസ്, അതുപോലെ വിങ്ക, ചൈനീസ് ബോൾസം ഇവരൊക്കെയാണ് ആ ഉച്ച സമയത്തെ വെയിൽ കൊണ്ട് കഴിയുമ്പോൾ ആകെ വാടി തളർന്നു പോകാറുണ്ടായിരുന്നു. അതുപോലെ ഇതിൻ്റെ വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഓസിൽ വെള്ളം ഒഴിക്കുന്നതിൻ്റെ അത്രയും വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം ചൂട് കാലത്ത് നമുക്ക് മിക്കവാറും പേർക്കൊക്കെ വെള്ളത്തിൻ്റെ അളവ് കുറവായിരിക്കുമല്ലോ. ഞങ്ങൾക്കും കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇപ്പോൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇതിന് വെള്ളത്തിൻ്റെ അളവും കുറച്ച് മതി. നമ്മൾ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന പ്ലാന്റ്സിനും എല്ലാം ഡ്രിപ്പ് ഇറിഗേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടേ. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലായ 2 കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം ടാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഫ്ലോ ഒക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ ടാങ്ക് വേറൊരു സെപ്പറേറ്റ് ടാങ്ക് വെച്ചപ്പോൾ ഞങ്ങൾക്ക് കറക്റ്റ് പ്രഷറിൽ വെള്ളം കിട്ടുന്നുണ്ടായിരുന്നില്ല. എല്ലായിടത്തേക്കും നല്ല രീതിയിൽ വെള്ളത്തിൻ്റെ ഫ്ലോ കുറവായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെറിയ ടാങ്കിൻ്റെ മാറ്റിയിട്ട് വലിയ ടാങ്കിൽ തന്നെയാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക കൂടി വേണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.